അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാദീസ് ലാബ്. അപ്പം ഞാനിന്ന് 7ാം ക്ലാസ്സുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. PQRS ഈസ് എ റെക്റ്റാങ്കിൾ. അതായത് PQRS ഈസ് എ റെക്റ്റാങ്കിൾ ആണ്. A ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് PQ. PQൻ്റെ മിഡ് പോയിൻ്റ് ആണ് A. PQ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. PQ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. QR ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. QR എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് PAR എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം അറിയാം. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇത് PQ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ SRഉം 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ QR 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ SPയും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതോടെ നമുക്കൊരു കാര്യം കിട്ടി. നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്നും ഇത് സെക്കൻഡ് ട്രയാങ്കിളിൽ നിന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മൂന്നാമത്തെ ട്രയാങ്കിളായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു is equal to 10 into 6 is equal to 60 ആണ്. 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അത് നമ്മൾ കണ്ടുപിടിച്ച്. അതായത് നമുക്ക് ഇതിൽ 3 ട്രയാങ്കിളാണ് വന്നിട്ടുള്ളത്. അതിൽ 1ഉം 2ഉം നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂട്ടിയിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് അത് കുറച്ചാലാണ് നമുക്ക് ഈ മൂന്നാമത്തതിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം വന്നിട്ടുണ്ട് PQൻ്റെ മിഡ് പോയിൻ്റ് ആണ് A. അതായത് ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മിഡ് പോയിൻ്റ് A എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ബാക്കിയുള്ള 2 സൈഡും 5 ആയിരിക്കും. ഇത് 5 ആയിരിക്കും, 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഹാഫ് AB ആണ് ഇസ് ഈക്വൽ ടു ഏരിയ. അപ്പോൾ ഹാഫ് നമുക്കിത് A ആയിട്ട് എടുക്കാം. 6 നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇൻറ്റു കൊടുക്കാം. ഇൻറ്റു ഇത് 5 സെൻറ്റിമീറ്റർ ആണുള്ളത്, അപ്പോൾ 5 കൊടുക്കാം. ഇസ് ഈക്വൽ ടു ഏരിയ. അപ്പം ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 30 ആണ്. ഈസ് ഈക്വൽ ടു 15 ആണ്. 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ ഒന്നാമത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ട്രയാങ്കിളായ ഇതിൻ്റെ ഏരിയ ആണ്. അപ്പം നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ തന്നെ എഴുതാം. ഹാഫ് ഇൻറ്റു A ഇൻറ്റു B ഈസ് ഈക്വൽ ടു ഏരിയ. ഹാഫ് ഇൻറ്റു ഇവിടെ 6 ആണുള്ളത്, 6 ഇൻറ്റു 10 സെൻറ്റിമീറ്റർ, അപ്പം 10 കൊടുക്കാം. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 60 ആണ് ഇത് വരിക. ഹാഫ് ഇൻറ്റു 60 വെച്ചാൽ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടിയിട്ട് അത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കുറച്ചാലാണ് നമുക്ക് ഈ മൂന്നാമത്തെ ട്രയാങ്കിൾ കിട്ടുക. അതുകൊണ്ട് 30 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 45 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഏരിയ. അപ്പോൾ നമുക്കത് 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്കിനി അത് 60 നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 60 മൈനസ് 45 ഇസ് ഈക്വൽ ടു 50. അപ്പം നമുക്ക് ഈ തേർഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.